ഹലോ നമസ്കാരം. ട്രിപ്പ് ആൻഡ് ടെക് സ്റ്റോറീസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ടെക് റിലേറ്റഡ് വീഡിയോ ആണ്. ഞാൻ റീസെന്റ് പർച്ചേസ് ചെയ്ത DJIന്റെ Osmo Action 3 എന്ന ആക്ഷൻ ക്യാമറയുടെ അൺബോക്സിംഗ് പ്ലസ് യൂസർ റിവ്യൂ ആണ്. സോ ഈ ഒരു ക്യാമറ ഞാൻ വാങ്ങിയിട്ട് കുറച്ച് നാളായി. അപ്പോൾ നിങ്ങൾ കണ്ട നേരത്തെയുള്ള വീഡിയോസ് എല്ലാം ഞാൻ ഈ ഒരു ക്യാമറയിൽ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തത്. സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ അൺബോക്സിംഗ് പ്ലസ് റിവ്യൂ എന്ന് പറഞ്ഞ ഒരു രീതിയിൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിത് വാങ്ങിയത് ആമസോണിൽ നിന്നാണ്. ഏകദേശം ഒരു 3-4 മാസമാവും. 1 day ഡെലിവറി ആയിരുന്നു. പെട്ടെന്ന് തന്നെ കിട്ടി. അത്യാവശ്യം നല്ല പാക്കിംഗ് ആയിരുന്നു. പുറത്ത് പ്ലാസ്റ്റിക്കിൻ്റെ നിങ്ങൾ കാണുന്ന കണക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറും അകത്ത് ഒരു ഹാർഡ് കേസിൽ അതായത് ഹാർഡ് ബോക്സിൽ അതായത് ഈ ഒരു ബോക്സിൽ അവർ റാപ്പ് ചെയ്തിട്ടാണ് ഡെലിവറി ചെയ്തത്. ഞാൻ ഈ വാങ്ങുന്ന ടൈമിൽ ആക്ഷൻ 4 ഉണ്ടായിരുന്നു. പിന്നെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും പ്രൈസ് കമ്പാരിസൺ വരുമ്പോഴത്തേക്കും ആക്ഷൻ 3 കുറച്ചും കൂടി ചീപ്പറായിരുന്നു. അതാണ് ഒന്നാമത്തെ മെയിൻ റീസൺ ഞാൻ ആക്ഷൻ 3 സെലക്ട് ചെയ്യാൻ കാരണം. ആക്ഷൻ 4 ബെറ്റർ ഫീച്ചേഴ്സ് ഉണ്ട് കമ്പയർ ടു ദിസ് വൺ, ബട്ട് നോട്ട് ഭയങ്കര ഡിഫറൻസ് ഇല്ല. അതേ കണക്ക് തന്നെ ഈ ആക്ഷൻ 3ക്ക് തന്നെ 2 വേരിയൻസ് ഉണ്ടായിരുന്നു. ഒന്ന് ആക്ഷൻ പ്രോവും ഒന്ന് നോർമൽ ക്യാമറ മാത്രമേ ഉള്ളത്. ഞാൻ വാങ്ങിയത് ആക്ഷൻ അഡ്വഞ്ചർ കോംബോ. അപ്പോൾ ഈ ഒരു ടീംസാണ് ഈ ഒരു ആക്ഷൻ ക്യാമറ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നത്. DJIൻ്റെ പാർട്ട്ണർ, അതായത് ഡൽഹിയിലെ ഏജ്ലെസ് ഡിജിറ്റൽ എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്. അവരാണ് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നത്. അവരാണ് ഓതറൈസ്ഡ് സെല്ലേഴ്സ് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല പാക്കിംഗ് ആയിരുന്നു വന്നത്. ഇതിന് കൂടുതൽ ഡീറ്റെയിൽസ് ലൈക്ക് എന്നാണ് ഇമ്പോർട്ട് ചെയ്തേക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഡിസംബർ 2023 ഇത് ഇമ്പോർട്ട് ചെയ്തേക്കുന്നത്. കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു അഡ്വഞ്ചർ വെർഷനും നോർമൽ തമ്മിൽ കുറച്ച് ആക്സസറീസിൻ്റെ ഡിഫറൻസ് ഉണ്ട്. അല്ലാതെ സ്പെക്സിലൊന്നും വ്യത്യാസമൊന്നുമില്ല. അഡ്വഞ്ചർ കോംബോയിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു 3 ബാറ്ററീസ് അഡീഷണൽ വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഒരു ചാർജിങ് കേസ് വരുന്നുണ്ട്. പിന്നെ ഒരു സെൽഫി സ്റ്റിക്ക്, പിന്നെ കുറച്ച് മൗണ്ട്സ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അഡീഷണലായിട്ട് അഡ്വഞ്ചർ കോംബോയിലേക്ക് വരുന്നത്. അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആണ്. കാരണം വെച്ചാൽ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എക്സ്ട്രാ ബാറ്ററി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എപ്പോഴും ഉപയോഗമാകും, യൂസ്ഫുൾ ആണ്. പ്രത്യേകിച്ച് ഒരു ചാർജിങ് കേസ് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് ഇട്ടിട്ട് ക്വിക്കായിട്ട് ചാർജ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ക്യാമറയിൽ തന്നെ നമ്മൾ USB-C ടൈപ്പിലൊക്കെ വെച്ചിട്ട് ആപ്പിൾ പ്രോഡക്ട്സിൽ ഏകദേശം ഇതേ കണക്കുള്ളൊരു സീലാണ് അവർ കൊടുത്തേക്കുന്നത്. അത് കണക്കിന് ഈ ഒരു DJIയിലും കൊടുത്തിരിക്കുന്നത്. ആക്ച്വലി സംഭവം ചൈനീസ് ആണെന്നുണ്ടെങ്കിലും പക്ഷെ പറയത്തില്ല, ബെസ്റ്റ് ക്വാളിറ്റിയാണ്, നല്ല ക്വാളിറ്റിയാണ് പ്രോഡക്റ്റ്. അൺബോക്സ് ചെയ്യാണ് നമ്മളിപ്പോൾ. ഇങ്ങനെയാണ് അൺബോക്സ് ചെയ്യുമ്പോഴത്തേക്കും വരുന്ന ഒരു വ്യൂ എന്ന് പറയുന്നത്. സോ ഇത് അവരുടെ DJI സ്റ്റോറിൻ്റെ ആപ്പിൻ്റെ ഡീറ്റെയിൽസ്, ലൈറ്റ് കട്ട് എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്, അത് വെച്ചിട്ട്. സോ ഇത് നമ്മുടെ ഡിവൈസിൻ്റെ വാറണ്ടിക്ക് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യണം. ആ ഒരു QR കോഡാണ് ഇപ്പോൾ ഇത് കാണിച്ചേക്കുന്നത്. 2-3 പ്രാവശ്യം മാത്രമേ അത് കാണിക്കത്തുള്ളൂ. അതിനുശേഷം പിന്നെ അത് കാണിക്കത്തില്ല. ഫസ്റ്റ് ടൈമിൽ ബൂട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഡേറ്റ് ആൻഡ് ടൈം എല്ലാം സെറ്റ് ചെയ്യണം. ഇനീഷ്യൽ സെറ്റപ്പാണ് ഇതെല്ലാം. ടൈമെല്ലാം വരുന്നത് 24 hours പോകാൻ പറ്റില്ല. അപ്പം ക്യാമറ ഇപ്പോൾ അടച്ചിരിക്കുന്നതുകൊണ്ടാണ് ഒന്നും കാണാൻ വയ്യാത്തത്. അപ്പോൾ ഫ്രണ്ടും ടച്ച് സ്ക്രീനാണ്, ചെറുതാണെങ്കിലും യൂസ്ഫുൾ ആണ്. സോ അതിൻ്റെ ഒരു ലെയർ നമുക്ക് ഇളക്കി മാറ്റാം. ഇതാണ് അതിൻ്റെ ഒരു ലെൻസ് വരുന്നത്. അത്യാവശ്യം നല്ല ക്ലാരിറ്റിയുള്ള 4K സപ്പോർട്ട് ചെയ്യുന്ന ഒരു ക്യാമറയാണ്. അവർ പറയുന്ന കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. അതെല്ലാം നമുക്ക് ഞാൻ ലാസ്റ്റ് കാണിക്കാം എന്തൊക്കെയാണെന്നുള്ളതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഈ ഒരു ഡിവൈസ് വാട്ടർ പ്രൂഫാണ്. അത്യാവശ്യം മഴ ഒക്കെ കൊണ്ടുകഴിഞ്ഞാൽ യാതൊരു പ്രശ്നമില്ല. പിന്നെ അണ്ടർ വാട്ടറിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഇതിൽ ഒരു എക്സ്റ്റേണൽ കേസ് കിട്ടും, അത് യൂസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് മറ്റുള്ള ഇതും കൂടെ നോക്കാം. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കേസ്. സോ ഈ കേസിലാണ് നമ്മൾ നമ്മുടെ ആക്ഷൻ ക്യാമറ ഇൻസേർട്ട് ചെയ്ത് വെക്കുന്നത്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കേസാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് വെച്ചിട്ട് വേണം ബാക്കി നമ്മുടെ മൗണ്ട്സിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഈ ഒരു മൗണ്ട് എടുത്തിട്ട് ഇപ്പോൾ എങ്ങനെയാണ് അത് കണക്ട് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം.
നമ്മുടെ ഡിവൈസിൽ ഇത് മാഗ്നറ്റിക് മൗണ്ട്, അത് വെച്ച് കഴിഞ്ഞാൽ തന്നെ അത് അങ്ങ് ആയിക്കോളും. ക്വിക്ക് റിലീസുമാണ്. അപ്പോൾ ഇവരുടെ മെയിൻ അഡ്വാൻറ്റേജ്, അല്ലെങ്കിൽ ഇവർ DJI ആണ് ആക്ച്വലി ഇങ്ങനെയുള്ളൊരു മൗണ്ട് തന്നെ റിലീസ് ചെയ്തത്. വളരെ യൂസ്ഫുൾ ആണ്. നമ്മളിപ്പോൾ ട്രാവലൊക്കെ പോകുമ്പോഴത്തേക്ക് നമ്മുടെ ബൈക്കിലെല്ലാം വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇളക്കിയിട്ട് നമുക്ക് പോകാൻ പറ്റും. എവിടെയെങ്കിലും കൊണ്ട് നിർത്തിയുമ്പോഴത്തേക്കും ഫുൾ അൺലോക്ക് ചെയ്യേണ്ട കാര്യം വരത്തില്ല. ജസ്റ്റ് ക്വിക്കായിട്ട് റിലീസ് ചെയ്യുക, പോവുക. അതുകൊണ്ടൊക്കെ നമുക്ക് ഈ ഡിവൈസ് 2 രീതിയിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഒന്ന് വെർട്ടിക്കലായിട്ടും ഒന്ന് ഹൊറിസോണ്ടലായിട്ടും. അതിനൊക്കെ യൂസ്ഫുൾ ആണ് ആ ഒരു കേസ്. ഒരു മൗണ്ട് കൂടി, ഒരു മാഗ്നറ്റിക് മൗണ്ട് കൂടി അവർ തന്നിട്ടുണ്ട്. സോ ഇതെല്ലാം നമ്മുടെ അഡ്വഞ്ചർ കോംബോ എന്ന് പറയുന്ന ഇതിൽ മാത്രമേ വരത്തുള്ളൂ. നമുക്ക് ഈ ഒരു കേസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഓറിയൻറ്റേഷൻ മാറ്റാൻ പറ്റും. വേണമെങ്കിൽ നമുക്ക് വെർട്ടിക്കലായിട്ട് ഷൂട്ട് ചെയ്യാം, പിന്നെ അല്ലെങ്കിൽ ഹൊറിസോണ്ടലായിട്ട് ഷൂട്ട് ചെയ്യാം. ഒരു സൈഡിൽ ഒരു ക്ലിപ്പ് വരുന്നുണ്ട്. ആ ഒരു ക്ലിപ്പ് ഞാൻ വിചാരിച്ചു അത് കംപ്ലീറ്റ് മാറ്റണമെന്ന്. അല്ല, അത് ജസ്റ്റ് ഒന്ന് റിലീസ് ചെയ്താൽ മാത്രം മതി. റിലീസ് ചെയ്തിട്ടതിന് ശേഷം അതിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. അതായത് നമ്മൾ ആ റെക്കോർഡിംഗ് ബട്ടൺ അത് മാച്ച് ചെയ്തതിന് ശേഷം അതിലേക്കൊന്ന് ഇൻസേർട്ട് ചെയ്യാം. കറക്റ്റായിട്ട് പൊക്കോളും. ഇതിപ്പോൾ പുതിയതായതുകൊണ്ട് കുറച്ച് ഒന്ന് ടൈറ്റാണ്. കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്കും ഒന്ന് ലൂസ് ആയിക്കോളും. ഭയങ്കര ലൂസല്ല, ബട്ട് എളുപ്പമായിരിക്കും. എന്നിട്ട് ഈ ഒരു ഇത് നമുക്ക് തിരിച്ച് ലോക്ക് ചെയ്യാം. സോ നമുക്ക് ഇതിൽ ഈ ഒരു കേസാണ് നമുക്ക് വെർട്ടിക്കലായിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എളുപ്പമായിട്ടുള്ളത്. വെർട്ടിക്കൽ അല്ലെങ്കിൽ ഹൊറിസോണ്ടലായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു രീതിയിലാണ് നമ്മുടെ ക്യാമറ വിത്ത് മൗണ്ട്. പിന്നെ വേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു കേസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ക്യാമറ എടുക്കണമെന്നുണ്ടെങ്കിൽ മൗണ്ട് എല്ലാം വെച്ചിട്ടുണ്ടെങ്കിൽ ആ മൗണ്ട് മാറ്റിന് ശേഷം മാത്രമേ നമുക്ക് ക്യാമറ അതിനകത്ത് നിന്ന് റിമൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് എപ്പോഴും റിമൂവ് ചെയ്യേണ്ടി വരുന്നതെന്ന് വെച്ചാൽ ഇൻ കേസ് ബാറ്ററി തീർന്നു, അപ്പോൾ നമ്മൾ ബാറ്ററി ചേഞ്ച് ചെയ്യണം. സോ ആ ഒരു ടൈമിലേക്ക് നമ്മൾ ഇത് റിമൂവ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് ബാറ്ററി ചേഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഞാൻ നേരത്തെ കാണിച്ച USB കൂടി നമ്മൾ ചാർജ് ചെയ്യേണ്ടി വരും. സോ ഇത്രയൊക്കെയാണ് നമ്മുടെ ആക്ഷൻ 3 വരുന്ന ആക്സസറീസും ഡിവൈസസും ബാക്കിയെല്ലാം. സോ ഞാൻ ഇനി കുറച്ച് ആക്സസറീസും മേടിച്ചിട്ടുണ്ട്. അത് ഇതല്ലാതെ കുറച്ച് ആക്സസറീസ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഡിവൈസിലേക്ക് ഒരു അഡീഷണൽ അല്ല, നമുക്ക് മെമ്മറി കാർഡ് വേണം. മെമ്മറി കാർഡ് ഇതിനകത്ത് ഇൻബിൽട്ട് അല്ല. സോ ഇത് എക്സ്പാൻഡബിൾ ആണ്. നമുക്ക് ഏകദേശം 256 GB നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് വാങ്ങുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സപ്പോർട്ട്, അതായത് നമ്മൾ ആക്ഷൻ ക്യാമറ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കുറച്ച് രീതിയിലുള്ള മെമ്മറി കാർഡ്സ് ഉണ്ട്. ഇത് പറയും സാൻഡിസ്കിൻ്റെ എക്സ്ട്രീം പ്രോ എന്നൊക്കെ പറയുന്ന വേർഷൻസ് മാത്രമേ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഡിലേ വരും. നമ്മളെ വീഡിയോസ് റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിലേ വരും. അതുകൊണ്ട് അവർ പറയുന്നത് കുറച്ച് ടൈപ്പ് കാർഡ്സ് സ്പെസിഫൈ ചെയ്തുകൊണ്ട് അത് തന്നെ വാങ്ങണം. ഇപ്പോൾ ഞാനിവിടെ വാങ്ങിച്ചിരിക്കുന്നത് സാൻഡിസ്കിൻ്റെ എക്സ്ട്രീം പ്രോ എന്ന് പറയുന്ന 256 GB വേരിയൻ്റ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടി എല്ലാവരും സജസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ ഒരിക്കലും 256 GB വാങ്ങരുത്. ബെറ്റർ യു ബൈ 128 GB. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ 256 GB റെക്കോർഡ് ചെയ്യുക, ഇൻ കേസ് അത് എന്തെങ്കിലും കറപ്റ്റായി പോവുക അല്ലെങ്കിൽ ആ ഒരു ഇത് മിസ്സായി പോവുക, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും ചെയ്തേക്കുന്ന ഫുട്ടേജ് എല്ലാം ആ ഒരു കാർഡിലൂടെ നഷ്ടപ്പെടും. അതിനെക്കാട്ടി ബെറ്റർ എന്ന് പറയുന്നത് 128 GB ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര മാത്രമേ നഷ്ടപ്പെടുത്തുള്ളൂ. സോ ആ ഒരു ബേസിക് ലോജിക്. അപ്പോൾ ഇതിനകത്ത് വന്നേക്കുന്നത് ഒരു അഡാപ്റ്ററും പിന്നെ ഒരു മൈക്രോ SD കാർഡും, അത് 256 GB കാർഡും, അത് നമുക്ക് ഇപ്പം ലാപ്ടോപ്പിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അഡാപ്റ്റർ കാർഡും. ഈ ഒരു വശത്തെ നമ്മുടെ ആക്ഷൻ ക്യാമറയുടെ ഈ ഒരു വശത്ത് നേരത്തെ നമ്മൾ ബാറ്ററി ഇടാൻ വേണ്ടി ഓപ്പൺ ചെയ്ത ആ ഒരു വശത്ത് തന്നെയാണ് നമ്മുടെ കാർഡ് ഇടേണ്ടത്, ഈ ഒരു കാണുന്ന നോച്ചിലേക്ക്. സോ ഇതെങ്ങനെ ഇടണം എന്നുള്ളൊരു ചെറിയൊരു കൺഫ്യൂഷനിലായിരുന്നു. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് ഇട്ടതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്യുക, അപ്പോൾ അത് ലോക്ക് ആയിക്കോളും.
അപ്പോൾ റിലീസ് ചെയ്യാനും അതേ കണക്ക് തന്നെ അതിലൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് റിട്ടേൺ വരും. അങ്ങനെയാണ് അത് റിലീസ് ചെയ്യുന്നത്. സോ റിലീസ് ചെയ്തതിനു ശേഷം നല്ല അടയ്ക്കുക. നല്ലപോലെ അടയുന്നുണ്ടെന്ന് ശ്രദ്ധിക്കുക. കാരണം നല്ലെന്നുണ്ടെങ്കിൽ വെള്ളമൊക്കെ കയറി കഴിഞ്ഞാൽ ഇച്ചിരി പണിയാവും. സോ ഇങ്ങനെയാണ് നമ്മുടെ SD കാർഡ് ഇൻസേർട്ട് ചെയ്യുന്നത്. ഇനി അടുത്ത ഒരു ഐറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു കേസ് മേടിച്ചു. കാരണം ഇതിപ്പം അല്ലാതെയാണ് ഇരിക്കുന്നത്. കുറച്ച് ട്രാവലൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഇതെല്ലാം കൂടെ പ്രത്യേകിച്ച് നമ്മുടെ ലെൻസിൻ്റെ കവറൊക്കെ ഉള്ളപ്പോഴത്തേക്കും സ്ക്രാച്ച് ആവാനുള്ളതൊക്കെ ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയൊരു ഒരു ബോക്സ് ടൈപ്പ്, ബോക്സ് എന്ന് പറയാൻ പറ്റില്ല, ഒരു പെട്ടി കണക്കത്തെ ചെറിയൊരു പെട്ടി കണക്കത്തെ ഒരു സാധനം മേടിച്ചു. പക്ഷേ ഇത് കണ്ടിട്ട് കുറച്ച് വലിപ്പം ഉണ്ടെന്നാണ് തോന്നുന്നത്. യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ വെക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ആമസോൺ നമ്മളെ ഹെൽപ്ഫുൾ ആണ്. ആമസോൺ നമുക്ക് തിരിച്ച് റിട്ടേൺ ചെയ്യും. ഇത് ഞാൻ ആമസോണിൽ നിന്ന് തന്നെയാണ് വാങ്ങിച്ചത്. ഇത് കണ്ടിട്ട് കുറച്ച് വലുതാണ്, അപ്പോൾ ക്യാരി ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. ഇവിടെ നമ്മുടെ ആക്ഷൻ ക്യാമറ വെക്കുക, പിന്നെ നമ്മുടെ മൗണ്ട്സ് എല്ലാം ഇവിടെ വെക്കുക, പിന്നെ നമ്മുടെ ക്യാമറേൻ്റെ ബാറ്ററീസ് ഇതിനകത്ത് സുഖമായിട്ടിരിക്കും. പിന്നെ നമ്മുടെ മെയിൻ സാധനം എന്ന് പറയുന്നത് സെൽഫി സ്റ്റിക്ക്, പിന്നെ നമ്മുടെ രണ്ട് മൗണ്ട്സ് അത് അതിനകത്തിരിക്കും. അപ്പോൾ ഏകദേശം എല്ലാ സാധനങ്ങളും ഫിറ്റ് ചെയ്യും. പിന്നെ അതിനകത്തൊരു വള്ളി കണക്ക് ഒരു സാധനമുണ്ട് നമുക്ക് തൂക്കിയിട്ടിട്ട് നടക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നമ്മുടെ ഇതെല്ലാം ഇതിനകത്ത് തന്നെ ഇരിക്കും. പക്ഷെ എന്നാലും ഒരു ചെറിയൊരു കൺസേൺ എന്ന് വെച്ചാൽ കുറച്ച് ബിഗാണ്. മേ ബി ഐ വിൽ ചേഞ്ച് ഇറ്റ് ലേറ്റർ. എല്ലാം ഇതിനകത്ത് തന്നെ ഫിറ്റായി. ഇതൊന്നും രണ്ട് വശത്തും ഉണ്ട്. ഇത് അത്യാവശ്യം വാട്ടർ പ്രൂഫുമാണ് കേസ്. ഇവിടെ ഒരു പിടിക്കാനൊക്കെ ഉള്ളൊരു നല്ലൊരു പിടിയൊക്കെ ഉണ്ട്. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ലിറ്റിൽ ബിഗ്. സോ എൻ്റെ പ്രിഫറൻസ് എന്ന് വെച്ചാൽ കുറച്ചും കൂടെ കോമ്പാക്റ്റ് ആയിട്ടുള്ള സാധനമാണ്. എന്തായാലും ഇവിടെ ഇപ്പോൾ ഇരിക്കട്ടെ. അടുത്തൊരു ഐറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൊബൈലിലൊക്കെ യൂസ് ചെയ്യുന്ന കണക്കത്തെ ടെമ്പേർഡ് ഗ്ലാസ് ഈ ആക്ഷൻ 3ക്കും ആക്ഷൻ ക്യാമറാസിനും വരുന്നുണ്ട്. എന്തുകൊണ്ട് ഇത് വാങ്ങിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ഷൻ ക്യാമറയ്ക്കും ഫ്രണ്ടിലും ബാക്കിലും സ്ക്രീൻസ് വരുന്നുണ്ട്. അത് കണക്കിന് ലെൻസിൻ്റെ ഒരു പാർട്ടും വരുന്നുണ്ട്. സോ ബെറ്റർ സ്ക്രാച്ചസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യുന്നത് എപ്പോഴും ബെറ്റർ ആയിരിക്കും എന്ന് തോന്നി. സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടെമ്പേർഡ് ഗ്ലാസും വാങ്ങിയത്. അപ്പോൾ ഇത് ബാക്കിലും വരും, ബാക്കിൽ ഒട്ടിക്കാനുള്ളതുണ്ട്, ഫ്രണ്ടിൽ ഒട്ടിക്കാനുള്ളതുണ്ട്, പിന്നെ ആ ലെൻസിൽ ഒട്ടിക്കാനുള്ളതുണ്ട്. പിന്നെ വേറൊരു കാര്യം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലെൻസിൻ്റെ കവറ് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനകത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലെൻസിൻ്റെ ആക്സസറീസ് തന്നെ വരുന്നുണ്ട്. ഫിൽറ്റേഴ്സ് എന്ന് പറയും, എൻഡി ഫിൽറ്റേഴ്സ് എന്ന് പറയും. ആ ഒരു ഫിൽറ്റേഴ്സ് വെച്ചിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഡിഫറെൻറ്റ് കളർ ടെമ്പറേച്ചേഴ്സ് എല്ലാം വെച്ചിട്ട് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അവിടെ തന്നെ കുറച്ച് വീഡിയോസാണിത്. അപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ചാൽ അണ്ടർ വാട്ടർ സപ്പോർട്ട് ഉണ്ട്, സ്ക്രീൻസ് എല്ലാം റെസ്പോൺസീവ്സ് ആണ്. പിന്നെ ഈ ഒരു ലൈറ്റ് കട്ട് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ വെച്ചിട്ട് നമ്മുടെ ഫയൽസ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാം, എഡിറ്റ് ചെയ്യാം. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് അവർ തരുന്നുണ്ട്. വെർട്ടിക്കൽ ഷൂട്ടിംഗ്, ഹൊറിസോണ്ടൽ ഷൂട്ടിംഗ്, പിന്നെ സ്റ്റെബിലൈസേഷൻ. സ്റ്റെബിലൈസേഷൻ തന്നെ പല ടൈപ്പ് വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ എടുത്ത കുറച്ച് വീഡിയോസ് കാണിച്ചു തരാം. ഇതിൻ്റെ കുറച്ച് പ്രോസ് ആൻഡ് കോൺസ് ഞാൻ പറയാം. അപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്ത ആ വീഡിയോസെല്ലാം നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ട് പ്രോസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഇമേജ് ക്വാളിറ്റി സ്റ്റെബിലൈസേഷൻ. അതാണ് ഫസ്റ്റ് പറയുന്നത്. അതായത് നമുക്ക് ഈ ഒരു ക്യാമറ യൂസ് ചെയ്തിട്ട് 4K 120 FPS വരെ റെക്കോർഡ് ചെയ്യാം. 120 FPS റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ലോ മോഷൻ വീഡിയോസ് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അതുകണക്ക് തന്നെ ഇതിൻ്റെ സ്റ്റെബിലൈസേഷൻ, അതായത് DJI പറയുന്നതെന്ന് വെച്ചാൽ റോക്ക് സ്റ്റഡി 3.0 എന്ന് പറയുന്ന ഒരു സ്റ്റെബിലൈസേഷൻ, പിന്നെ ഹൊറൈസൺ സ്റ്റഡി എന്ന് പറയുന്ന സ്റ്റെബിലൈസേഷൻ. ഈ രണ്ട് സ്റ്റെബിലൈസേഷനും അവർ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ പറയുന്നത് ഡ്യൂറബിളും ആണ്. അതായത് അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയാണ്, വാട്ടർ പ്രൂഫാണ്. വേറെ അതിൻ്റെ ഒരു എക്സ്റ്റേണൽ കേസിൻ്റെ ആവശ്യം വരുന്നില്ല. പിന്നെ 2 ടച്ച് സ്ക്രീനുണ്ട്. പിന്നെ ക്വിക്ക് റിലീസ് സിസ്റ്റമാണ്. അത്യാവശ്യം നല്ല ബാറ്ററി ലൈഫും ഉണ്ട്. പിന്നെ ഈ ഡിവൈസിൻ്റെ വിലയും നമ്മുടെ ഇതിൻ്റെ റൈവൽസ്, അതായത് വേറെ ഗോപ്രോയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ വില കമ്പാരിറ്റീവ്ലി കുറവാണ്. അഫോർഡബിലിറ്റി നോക്കുമ്പോഴത്തേക്കും കുറച്ച് കുറവാണ്, പ്രൈസ് പോയിന്റിൽ കുറച്ച് കുറവാണ്.
പിന്നെ ഇതിൻ്റെ കോൺസ് വരുമ്പോഴത്തേക്കും നിങ്ങൾ എൻ്റെ ആ ലാസ്റ്റ് വീഡിയോ ശ്രദ്ധിച്ചോന്ന് അറിയത്തില്ല, ആ ഹോട്ടൽ ആ റൂമിൻ്റെ ഉള്ള ഒരു വീഡിയോ. അതിനകത്ത് ആക്ച്വലി പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ ലൈറ്റിൽ ഇതിൻ്റെ പെർഫോമൻസ് കുറച്ച് പോറാണ്. വിത്ത് സ്റ്റെബിലൈസേഷൻ എല്ലാം കൂടെ ആക്കുമ്പോഴത്തേക്കും ലെൻസ് ഫോക്കസിങ് കുറച്ച് ഇഷ്യൂ ഉണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ കറക്റ്റ് ചെയ്യാം. അതായത് സ്റ്റെബിലൈസേഷൻ ഓഫ് ആക്കിയിട്ടതിന് ശേഷം കുറച്ച് ഐസൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റ് ആക്കാം. ബട്ട് സ്റ്റിൽ കുറച്ച് ഗ്രെയിനിയും കുറച്ച് ഇതൊക്കെയാണ്, അത് കുറച്ചൊന്ന് ബെറ്റർ ആവാനുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു സെൻസർ എന്ന് പറയുമ്പോൾ കുറച്ച് ചെറിയ സെൻസറാണ് വരുന്നത്. 1/1.7 സെൻസർ അങ്ങനെ എന്തോ ഇഞ്ച് സെൻസറാണ് വരുന്നത്. അപ്പോൾ കുറച്ചും കൂടെ വലിയ സെൻസർ ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടി ലോ ലൈറ്റ് കപ്പാസിറ്റി കൂടും. പിന്നെ ഗോപ്രോയിനൊക്കെ GPS ഒക്കെ വരുന്നുണ്ട്, അതൊന്നും ഇതിനകത്ത് വരുന്നില്ല. പിന്നെ ആക്സസറി കുറച്ച് ലിമിറ്റഡ് ആണ്. ഗോപ്രോയ്ക്ക് നമുക്ക് ഇഷ്ടംപോലെ ആക്സസറീസ് കിട്ടും വെളിയിൽ, ഇതിന് കുറച്ച് ലിമിറ്റഡ് ആണ്. പിന്നെ ഇതിൻ്റെ സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ കുറച്ച് ബഗ്ഗിയാണ്, ചിലപ്പോഴൊക്കെ അത് ഓഫായി പോകാറുണ്ട്. പിന്നെ ലാസ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ ഹൊറൈസൺ ലോക്ക് എന്നും പറഞ്ഞിട്ടൊരു സ്റ്റെബിലൈസേഷൻ ഉണ്ട്, അത് ലോവർ റെസൊല്യൂഷനിൽ അത് വർക്കാവില്ല. സോ അത്രയും തന്നെയാണ് ഈ ഒരു ക്യാമറേൻ്റെ പ്രോസ് ആൻഡ് കോൺസ്. അപ്പോൾ എനിക്ക് പേഴ്സണലി ഈ ഒരു ക്യാമറ ഇഷ്ടപ്പെട്ടു. ആകെ ഒരു ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലോ ലൈറ്റിൻ്റെ ഒരു പെർഫോമൻസ് ഇഷ്യൂ, ബട്ട് വിച്ച് ക്യാൻ ബി നമുക്ക് അഡ്ജസ്റ്റഡ് വിത്ത് അഡ്ജസ്റ്റിംഗ് ISO ആൻഡ് അതർ തിങ്സ്. സോ ഓവറോൾ ഇറ്റ്സ് എ ഗുഡ് വൺ ഫോർ ദിസ് പ്രൈസ്. പിന്നെ നിങ്ങൾക്ക് ഒരു പൈസ കൺസ്ട്രെയിൻ അല്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ലേറ്റസ്റ്റ് വൺ. ഇപ്പോൾ ആക്ഷൻ പ്രോ 5 ഇറങ്ങിയിട്ടുണ്ട്, യു ക്യാൻ ഗോ ഫോർ ദാറ്റ്. കുറച്ച് ബഡ്ജറ്റ് കമ്മിയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഓൾവേസ് കൺസിഡർ ആക്ഷൻ 3 ഓർ ആക്ഷൻ 4 ഈസ് ഓൾസോ ദെയർ. എനിക്കറിയത്തില്ല ഇനിയിപ്പോൾ ആക്ഷൻ 3 കിട്ടോ ഇല്ലയെന്ന് അറിയത്തില്ല, ബട്ട് യാ സ്റ്റിൽ ഇറ്റ്സ് എ ഗുഡ് വൺ. സോ അത്രയൊക്കെ തന്നെയാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പ്ലീസ് റൈറ്റ് ഇൻ ദ കമൻറ്റ്സ്. താങ്ക് യു എവരി വൺ ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.